ഹായ് ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ ഉച്ച മുതലുള്ളൊരു ദിവസമാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് മുകളിൽ വന്നപ്പോൾ ഉണ്ട് നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാമായിരുന്നു മഴ പെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ ജനലൊക്കെ തുറന്നിട്ട് ഫോണുമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇൻട്രോ ആയിട്ട് ആ മഴ ഇടാമെന്ന് കരുതി തന്നെ ഞാൻ അത് നോക്കിയിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ മഴ പെയ്ത് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു മഴയ്ക്ക്. അങ്ങനെ കുറേ നേരം ഞാൻ ഈ ജനലിൽ കൂടി നോക്കിക്കൊണ്ടിരുന്നു. ഈ ജനലിൽ കൂടി കാണുന്ന കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ്. അപ്പം എപ്പോഴും ഈ ജനലിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഇതിന് ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ലൈറ്റ് മാറുന്നത് ഒരു പ്രത്യേക എൻ്റെ മൈൻഡിൽ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതിലേക്ക് കേൾക്കാനും കാണാനും ഒക്കെ നല്ല രസമാണ്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ തോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഇരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ എണീറ്റിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച്. കാരണം മറ്റേത് ഞാൻ വാഷിങ്ങിനിട്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് എടുത്തിടാമെന്ന് കരുതി, വേറെ ഒന്നിനെ എടുത്തിടാമെന്ന് കരുതിയിട്ട് ഇതിനെ തന്നെ ഇട്ട്. ഇതും ആ വൈറ്റുമാണ് എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് അതിനെ ഇതിനെ ഞാൻ മാറി തിരിഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പം അവരെ ഒന്ന് മാറ്റി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ എന്താണ് എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് ഇത് തുണിയെല്ലാം മടക്കി വയ്ക്കണം. കാരണം ഗ്ലാസ് ഇല്ലാതെ കിട്ടുന്ന സമയത്താണ് ഞാൻ തുണിയെല്ലാം മടക്കി വയ്ക്കുന്നത്. അല്ലാത്ത സമയമൊന്നും കിട്ടത്തില്ല. കാരണം ഇവിടെ ഒരു കസേരയും ഒരു സ്റ്റാൻഡും ഉണ്ട്. അതിൻ്റെ വിധി അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അവരെ ഇങ്ങനെ ഞാൻ നിറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ അവരെ എല്ലാം വാരിയിടും. എന്നിട്ട് കഴുകിയതിനെല്ലാം മടക്കി വയ്ക്കും. ക്ലാസ് ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് കഴുകി ഒരു ദിവസം 2 ദിവസം ഓഫ് കിട്ടുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം ഞാൻ കഴുകിയിടും. പിറ്റേന്നാണ് ഞാൻ അതിനെല്ലാം മടക്കി വയ്ക്കുന്നത്. ഇപ്പം ഭയങ്കര പാടാണ് മഴയായതുകൊണ്ട് അതിനെയൊക്കെ മടക്കി വയ്ക്കണം. അങ്ങനെ ഞാൻ ഇവരെ എല്ലാം കൂടി എടുത്ത് മടക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുക. അങ്ങനെ എല്ലാവരെയും മടക്കിയിട്ടെന്ന് എല്ലാവരെയും പറക്കി കട്ടലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവരെയൊക്കെ എനിക്കൊന്ന് മടക്കി സെറ്റാക്കി വെക്കണം. എന്നിട്ട് നേരെ കൊണ്ട് അലമാരയിൽ എല്ലാവരെയും അടുക്കി വെക്കണം. അപ്പം ഞാൻ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്കാന്നുള്ള ഫീൽ ഇഷ്ടമല്ല. ഇപ്പോൾ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമായിരിക്കും. എനിക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. അതുകൊണ്ട് ഞാൻ അവരെ ഇങ്ങനെ ഓണാക്കി വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുളിക്കാമെന്ന് കരുതി എണ്ണ ഇടാൻ വേണ്ടി പോയി. അപ്പം ഞാൻ എൻ്റെ മുടിയിൽ ഇന്നലെ എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിടാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോവുക. ഇപ്പോൾ എൻ്റെ ഈ എണ്ണ തീരാറ് ഇനി ഒരു കുപ്പിയിൽ എണ്ണയും കൂടി ഉള്ള അതും കൂടി തീർന്നാൽ എനിക്ക് എണ്ണയില്ല. ഞാൻ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കുപ്പി എണ്ണ. ഇനി വീട്ടിൽ പോകുമ്പോൾ ഞാൻ അടുത്ത കുപ്പി എണ്ണ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഈ എണ്ണയിൽ ഞാൻ തലയിൽ തേച്ചിടാമെന്ന് കരുതി. കാരണം പുതിയതായിട്ട് അമ്മ തന്നുവിട്ട എണ്ണയിൽ ഞാൻ തൊട്ടിട്ടില്ല ഇതുവരെ. തൊട്ട് കഴിഞ്ഞാൽ അത് ചീത്തയായി പോയി അങ്ങനെ ചെയ്താൽ എനിക്ക് വേറെ എണ്ണയില്ല. എനിക്ക് വേറെ എണ്ണയൊന്നും തേക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ട് ഞാൻ ഒരു പരീക്ഷണത്തിന് ഞാൻ നിൽക്കത്തില്ല. പണ്ട് ഞാൻ അമ്മയടുത്ത് കരഞ്ഞ് പിടിച്ച് വേറെ എണ്ണയൊക്കെ തേച്ച് നോക്കുമായിരുന്നു. ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ അമ്മയെ കൊണ്ട് മേടിപ്പിച്ച് തേക്കും. പക്ഷേ അതെനിക്ക് പറ്റത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. പിന്നെ ഇപ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിയൊക്കെ വിവരമൊക്കെ വെച്ചതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ കാച്ചിത്തരുന്ന എണ്ണ തന്നെ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മുടിയൊക്കെ കെട്ടിവെച്ച് ഇനി ഞാൻ ഇവിടെ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നേരെ കുളിക്കാനായിട്ട് പോകും. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ ഇനി വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ താഴെ ചെന്നപ്പോൾ ഉണ്ട് അമ്മയ്ക്ക് കടയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ. പക്ഷേ കുളിച്ചിട്ടിട്ട് ഉടുപ്പല്ല, ഞാൻ വേറെ ഉടുപ്പെടുത്തിട്ട് അതിട്ടപ്പോൾ എനിക്ക് വേറെ ഇടണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇതിനെ എടുത്തിട്ടിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ താഴെയുള്ള കടയിൽ അപ്പോൾ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ അമ്മയും ഞാനും ഉണ്ട് പോവാൻ. പിന്നെ നമ്മളെ തൊപ്പും ഉണ്ട്. തൊപ്പു നമ്മളെ പിറക്കെ എപ്പോഴും കാണും. അവനെയും കൊണ്ട് പോയി. പോകുന്ന വഴിയിൽ ഈ ചെടികളെയും പൂക്കളെയും എല്ലാം ഞാനിങ്ങനെ എടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കടയിൽ ചെന്ന് ഞാനിപ്പം കടയിൽ പോയത് മഴ ആയതുകൊണ്ട് ചില സമയത്ത് എനിക്ക് ഐസ്ക്രീം കുടിക്കാൻ തോന്നും. അപ്പം ഞാൻ ഐസ്ക്രീം കുടിച്ച് ഇപ്പോൾ എനിക്ക് കഫക്കെട്ട് കണക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം കൂടി നിർത്തി. ഇന്ന് ഞാൻ നേരെ കയറി പിടിച്ചത് കിൻഡർ ജോയ്ക്കകത്താണ്. പക്ഷേ ഞാൻ ഈ കിൻഡർ ജോയുടെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പം അതൊക്കെ കഴിഞ്ഞ് നേരെ വന്നപ്പോഴത്തേക്ക് കിൻഡർ ജോയ് പിന്നെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചായ ഇട്ട് എനിക്കും അമ്മയ്ക്കും വേണ്ടി മാത്രം അച്ഛൻ കട്ടൻ കുടിച്ച്. അപ്പം നമ്മൾ രണ്ടുപേർക്കും ചായ ഇട്ടിട്ട് ഞാൻ സിറ്റൗട്ടിൽ പോയിട്ട് ചായയും കുടിച്ചിരുന്നു. ചായയും ഒരു ഉഴുന്നുവട ഉണ്ടായിരുന്നു. ഉഴുന്നുവടയുടെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ചായ തിളച്ച് വരുന്നുണ്ട്. ഇനി അതിനെ കപ്പിലോട്ടാക്കിയിട്ട് നേരെ എനിക്ക് സിറ്റൗട്ടിൽ പോകണം. ഇത് ഞാൻ ഹോളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ തണുപ്പിക്കാൻ വേണ്ടി എടുത്ത് അങ്ങനെ ഞാൻ ചായ കുടിച്ചിട്ട് നേരെ മുകളിൽ വന്നിട്ട് എൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി. ഞാൻ ബുക്ക് വായിക്കാനായിട്ടിരുന്നു. ഈ ബുക്ക് ഞാൻ ഇന്നും കൂടി ആകുമ്പോൾ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്നലത്തെ വീഡിയോ. ഇന്നും കൂടി ആകുമ്പോൾ ഞാൻ ഇത് തീർക്കും. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. അങ്ങനെ ബുക്ക് വായിക്കാനൊക്കെ ഇരുന്ന് ബുക്കൊക്കെ വായിച്ച് തീർന്നിട്ട് എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ പഠിക്കാനായിട്ട് പോവും. പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ താഴെ പോകും. അങ്ങനെ താഴെ പോയി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത